അസ്സാം വലൈക്കും വറഹമത്തുള്ള. വിസ്റ്റം ഗൈഡ് ഉപയോഗിച്ച് FFR കോണ്ടാക്റ്റുകൾ എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വിസ്റ്റം ഗൈഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീൻ തരത്തിൽ കാണാം. നമുക്ക് അതിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ORG എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ORG ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവൻറ്റ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവൻറ്റുകൾ ലിസ്റ്റ് ഔട്ടായിട്ട് വരും. അതിൽ രണ്ടാമത്തെ ഇവൻ്റായി കാണിച്ചിട്ടുള്ള പ്രൊഫൈസ് സെലക്ട് ചെയ്യുക. പ്രൊഫൈസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഫൈസിൻ്റെ പേജ് വിസിബിളായിട്ട് വരും. അതിൽ FFR എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. FFR സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കോണ്ടാക്റ്റുകൾ ആഡ് ചെയ്യാനുള്ളൊരു പേജ് കാണാം. അതിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കോണ്ടാക്റ്റുകൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന കോണ്ടാക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം. അതിലാദ്യം ചോദിക്കുന്നത് താങ്കളുടെ മണ്ഡലത്തിലെ പ്രൊഫഷണൽ ആണോ എന്നുള്ളതാണ്. ആണെങ്കിൽ അതേ എന്നോ അല്ലെങ്കിൽ അല്ല എന്നോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് യൂണിറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ശാഖ സെലക്ട് ചെയ്ത് കൊടുക്കാം. ജെൻഡർ മെൻഷൻ ചെയ്ത് കൊടുക്കാം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. പഞ്ചായത്ത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. പഞ്ചായത്ത് എൻ്ററിങ് മാൻഡേറ്ററി അല്ല, സ്റ്റാർ ചെയ്തിട്ടുള്ളതെല്ലാം നമ്മൾ നിർബന്ധമായിട്ടും എൻ്റർ ചെയ്യേണ്ട ഫീൽഡുകളാണ്. വർക്കിംഗ് ഡിസ്ട്രിക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ജോബ് ടൈപ്പ് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അറിയുമെങ്കിൽ നമുക്കത് മാൻഡേറ്ററി അല്ല, അതും എൻ്റർ ചെയ്ത് കൊടുക്കാം. കമ്പനി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാ ഫീൽഡും കംപ്ലീറ്റ് ആയി. എന്നിട്ട് സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ സക്സസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് കാണിക്കും. ഈ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കോണ്ടാക്റ്റുകൾ നമുക്കിവിടെ ലിസ്റ്റ് ഔട്ടായിട്ട് വരും. ഈ കോണ്ടാക്റ്റുകളെ നമ്മൾ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. പ്രൊഫൈസ് പ്രോഗ്രാം വരെ അവർക്ക് മെറ്റീരിയൽസും കാര്യങ്ങളും അയച്ചു കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കോണ്ടാക്റ്റ് മറ്റൊരാൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അത് പിന്നെ ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ള രീതിയിലാണത് കാണിക്കുക. അപ്പോൾ ഡെവലപ്പ് ഒഴിവാക്കാനും ഒരാളെ ആവർത്തിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നത് ഒഴിവാക്കാനും അതിലൂടെ നമുക്ക് സാധിക്കും. ഈ ആളുകളെ, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആളുകളെ എങ്ങനെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാമെന്നും കൂടെ ഞാൻ ഇതിൽ കാണിക്കാം. അതിൽ വീണ്ടും തിരിച്ച് ORG ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കോൾ ക്യാമ്പയിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ കോൾ ക്യാമ്പയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ PF4 FFR എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാം. പ്രൊഫൈസ് 4 FFR അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ള കോണ്ടാക്റ്റുകൾ നമുക്ക് കാണാം. അതിൽ ഈ 3 ഡോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ടുള്ള 3 ഡോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട എഡിറ്റുകൾ ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാം, വാട്സപ്പ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് ചെയ്യാം, ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ വ്യൂ ഓർ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് നമുക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഈ രീതിയിലാണ് നമ്മൾ FFR ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.